ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഒരു കുടുംബത്തിന് അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഷിംന, വീട്ടിൽ നടവകയാണ്. കഴിഞ്ഞ വർഷം ഇവിടെ അഭിഷേകാഗ്നി കൺവെൻഷന് വരുമ്പോൾ ഞാൻ 5.5 മാസം ഗർഭിണിയായിരുന്നു. ആ മാസത്തെ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുഞ്ഞിന് 2.5 മാസത്തെ പോലും വളർച്ചയില്ലാന്ന്. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, കുഞ്ഞ് ജനിക്കുമ്പോൾ 2.5 കിലോയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന്. കുട്ടിയുടെ വിശ്വാസം, ദൈവത്തോടുള്ള സ്വാതന്ത്ര്യം നോക്കിയേ. ആ ഡോക്ടർമാർ പറഞ്ഞു 2 മാസം വളർച്ച പോലും ഇല്ല, അത് ഇത്രയേ ഉള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എന്ന് പറഞ്ഞെന്നറിയാമോ, ഈ കുട്ടി നേരെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്കൊരു മുഴുത്ത കുഞ്ഞിനെ തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് ജൂൺ 4-ാം തീയതി ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞ് 3,200. അമ്മമാർക്കൊന്നും തോന്നണില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുട്ടീനെ എടുക്കാൻ വയ്യാതെ അമ്മ വിഷമിക്കുകയാണ്. അവർക്ക് പറഞ്ഞ് നോക്കി, ഈശോയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കുന്നതിന് കൂടുതൽ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് എല്ലാ ഗർഭിണികളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്ന, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ പോയി കുട്ടീനെ തട്ടിക്കളയരുത്. ഉടനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ അമ്മ നല്ലൊരു മാതൃകയാണ് വിശ്വാസി സമൂഹത്തിന് തന്നിരിക്കുന്നത്. ഒരു പ്രശ്നം വന്നപ്പോൾ ഉടനെ അതിനെ കളഞ്ഞേക്കാമെന്ന് ചിന്തിച്ചില്ല. നേരെ ദൈവത്തിനടുത്തേക്ക് വന്നു. ദൈവമേ, എനിക്ക് അങ്ങൊരു കുഞ്ഞിനെ തന്ന്, കുഞ്ഞ് ചെറുതാണ്, തീരെ ചെറുത്, 2 മാസം വളർച്ച പോലും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങയോട് പറയാണ്, എനിക്ക് 2.5 കിലോയെങ്കിലും വലുപ്പമുള്ള ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. ദൈവം ആ പ്രാർത്ഥന കേട്ട് അങ്ങോട്ട് അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ജീവനോട് കൈയടിച്ച്. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്തരവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. സങ്കീർത്തന പുസ്തകത്തിൽ 50-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ എന്നെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കുടുംബത്തിന്റെ ഞെരുക്കത്തിൽ അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കുടുംബങ്ങളും ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ആരെങ്കിലും നിങ്ങളുടെ ഈ ശുശ്രൂഷ ചേരാൻ അവരെ കൂടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളെയോ മിത്രങ്ങളെയോ ഇനി സുവിശേഷം അറിയാത്ത, ഈ അഭിഷേകത്തിനെ കുറിച്ച് കേട്ടില്ല ആരെങ്കിലും ഫോൺ ചെയ്ത് അറിയിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരെ ഫോൺ ചെയ്ത് അറിയിക്കുക. ദൈവത്തിന്റെ ഇടപെടൽ വലിയൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും ഈ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ കുടുംബത്തിലേക്ക്, ഈ സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, ഇപ്പോൾ വചനം ശ്രവിക്കാൻ തടസ്സമുള്ള സർവ കുടുംബങ്ങളിൽ നിന്ന് ദൈവവചന ശ്രവണത്തിനുള്ള തടസ്സങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധം ഹൃദയങ്ങൾ അടഞ്ഞു പോയിട്ടുള്ള ദൈവ മക്കളിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, പ്രാർത്ഥിക്കാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടാത്മ പീഡകളെയും യേശുവിന്റെ നാമം അയച്ച് ബന്ധിക്കുന്നു. ഈ കുടുംബങ്ങളിലോ ഈ സമൂഹങ്ങളിലോ ആരെങ്കിലും സാത്താൻ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, സാത്താന്യ പീഡകൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ,
രോഗികളായ മക്കളെ അവിടുന്ന് ഇപ്പോൾ തൊടണമേ, അവിടുന്ന് സുഖപ്പെടുത്തണമേ. നിലവിളിച്ച് കരയുന്ന എല്ലാ മക്കളുടെ മേല് ദയ തോന്നണമേ. കടബാധ്യതകൾ എടുത്തു മാറ്റണമേ. വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. സ്ഥാപനങ്ങളുടെ മേൽ ദൈവശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ സാത്താൻ ഇടിമിന്നൽ പോലെ നിബദിക്കട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുക. കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആത്മീയ ജീവിതത്തിനും പ്രാർത്ഥനാ ജീവിതത്തിനും എതിരെ തടസ്സമുണ്ടാക്കുന്ന സർവ്വ സാത്താന്യ വീടുകളും ഇടിമിന്നൽ പോലെ നിബദിക്കുന്ന സമയമാണിത്. കൈകൾ ഉയർത്തി എത്ര ഉറക്കെ സ്തുതിക്കാമോ അത്ര ഉറക്കെ ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ശക്തി ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ സാത്താന്യ കൂടാരങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. സാത്താന്യ സംഘങ്ങളുടെ സർവ്വ പ്രവർത്തനങ്ങളും കൗശലങ്ങളും സാത്താന്യ കുതന്ത്രങ്ങളും ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എതിർശക്തികൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രവിദ്യകൾ, ആഭിചാര പ്രവർത്തനങ്ങൾ, ദുഷ്ടാരൂഢ ശക്തികൾ, ഇങ്ങനെയുള്ള പീഡകൾ ഓരോ കുടുംബങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ അധിപതികളെ ബന്ധിക്കുന്നു, അന്ധകാരത്തിന്റെ അധിപതികളെ ശാസിക്കുന്നു. കൂട്ടത്തോടെ പേര് പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായി ഇരിക്കാം. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ വളരെ വലിയൊരു ശക്തി സ്രോതസ്സാണ് കുട്ടികളുടെ പ്രാർത്ഥന. അച്ഛനെവിടെ ചെല്ലുമ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ, ചെറിയ ബാലികാബാല, അവര് അഭിഷേകാഗ്നി കണ്ട് എന്നിട്ട് ആ സമയത്ത് പ്രാർത്ഥിച്ച അത്ഭുതങ്ങൾ പറഞ്ഞ് ഒരുപാട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. പ്രിയ കുട്ടികളെ, ഇപ്പോൾ നന്നായിട്ട് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്ന് ഉറക്കം പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ദൈവത്തിന്റെ സൗഹൃദം ഒരു യാഥാർത്ഥ്യമാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തന പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, ദൈവത്തിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടികൾ അവരെ അറിയിക്കുന്നു. ആ വചനം നമുക്ക് നേരിട്ട് പറയാം. ദൈവത്തിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടികൾ അവരെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ കുട്ടികളാണെങ്കിലും യുവതീവാക്കന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഏത് അവസ്ഥയിൽപ്പെട്ട വ്യക്തികളാകട്ടെ, ദൈവവചനം ഒരു കാര്യം നമുക്ക് ഉറപ്പ് തരികയാണ്: ദൈവത്തോട് സൗഹൃദം കൂടാൻ കഴിയും. ദൈവത്തോട് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ കഴിയും. ദൈവത്തോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ജീവിതം നയിക്കാൻ കഴിയും. ഇത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ചെറുപ്പകാലത്ത് എനിക്കിത് വലിയൊരു താല്പര്യമുള്ള വിഷയമായിരുന്നു. ദൈവത്തോടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. ദൈവം നമ്മുടെ കൂട്ടുകാരൻ. ദൈവം നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങൾ, ഒരു കൂട്ടുകാരൻ അടുത്ത് വന്നിരുന്ന് ഹലോ നിനക്ക് എന്ത് പറ്റി, നിന്റെ മുഖം വാടിയിരിക്കുന്നത്, നിനക്ക് എന്താ ഒരു മൂഡ് ഓഫ് ആയിരിക്കണത് എന്നൊക്കെ ചോദിക്കുന്നത് പോലെ ദൈവവുമായി നല്ലൊരു അടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് യാഥാർത്ഥ്യമാകുമോ, സാധ്യമാണോ, സാധിക്കുമോ? ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തെ ഒരു കൗതുകമായിരുന്നു, ഒരു അന്വേഷണം, ഒരു ആഗ്രഹമായിരുന്നു. എന്നാൽ
വിശുദ്ധ ബൈബിളിലും അനേകം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലും, വിശുദ്ധന്മാരായ ആളുകളുടെ ജീവിതത്തിലും ഇതൊരു യാഥാർത്ഥ്യമായി തീർന്നിട്ടുള്ളത് പിന്നീട് അച്ഛനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഇപ്പോൾ തന്നെ ആഗ്രഹിക്കുക, ഒരു കുഞ്ഞു മനസ്സിന്റെ ആഗ്രഹമാകട്ടെ, നമ്മുടെ ഹൃദയത്തിന് ആഗ്രഹമാകട്ടെ, എനിക്ക് എൻ്റെ ദൈവത്തോട് സൗഹൃദം സ്ഥാപിക്കണം, എൻ്റെ ദൈവത്തോട് ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് മുന്നോട്ട് പോകണം. ബൈബിളിലെ ഒരു പ്രവാചകന്റെ ജീവിതം എടുത്ത് ഈ ഒരു കാര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ആ പ്രവാചകന്റെ പേരാണ് ഏലിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. തൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സറണ്ടർ ചെയ്തു. അപ്പോൾ എന്താണ് ഉണ്ടായത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സകല കാര്യങ്ങളിലും ദൈവം അരികത്ത് വന്ന് ആലോചന നടത്തുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, നയിക്കുന്നു, ഒരുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, വാത്സല്യം കൊണ്ട് പൊതിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ, ലോകത്തിൽ ഒരുപാട് ആളുകൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവം ഒരു ശക്തിയായിരിക്കും, ദൈവത്തെ ഒരു ശക്തിയായും, ദൈവത്തെ ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റായും, ദൈവത്തെ ഒരു മൂർത്തിയായും ഒക്കെ കരുതുകയാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ദൈവം ഒരാശയമോ ഒരു ശക്തിയോ ഒരു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റോ അല്ലെങ്കിൽ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു അങ്ങ് ദൂരെ നിൽക്കുന്ന ഒരു സംഗതിയോ അല്ല. ദൈവം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുമായി റിലേഷൻ സാധ്യമാണ്, ഫ്രണ്ട്ഷിപ്പ് സാധ്യമാണ്, കൂട്ടുകൂടൽ സാധ്യമാണ്, ഒരുമിച്ച് നടപ്പ് സാധ്യമാണ്, ഒരുമിച്ച് ആലോചന സാധ്യമാണ്. എനിക്ക് വേണ്ടി എൻ്റെ കൂടെ, എനിക്ക് വേണ്ടി എൻ്റെ മുമ്പിൽ അങ്ങനത്തെ ഒരു ബന്ധം ഈ ദൈവവുമായിട്ട്, ഈ വ്യക്തിയുമായിട്ട് സാധ്യമാണ് എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ പ്രവാചകനെ കുറിച്ച് പുതിയ നിയമത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ. അവിടെ യാക്കോബ് ശ്ലീഹ ഏലിയായെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 17-18 തിരുലിഖിതങ്ങൾ. ഏലിയ നമ്മെ പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ കൈകൾ ഉയർത്തി ആകാശത്തോട് പറഞ്ഞു. ആകാശം പിന്നെ ഏലിയായുടെ വാക്ക് കേട്ട് 3 വർഷവും 6 മാസവും മഴ നൽകിയില്ല. ഏലിയ പറയുന്നത് പോലെ ദൈവത്തിന്റെ ശക്തി പ്രപഞ്ച ശക്തികളുടെ മേൽ വ്യാപരിക്കുക. ദൈവവും ഏലിയായും തമ്മിൽ വളരെ വലിയൊരു കൂട്ടുകെട്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ 44-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഫ്രണ്ട്ഷിപ്പുകൾ വന്നു കഴിയുമ്പോൾ പിന്നെ കർത്താവിന്റെ ആ പ്രിയ സ്നേഹിതൻ ഒരു കാര്യം പറയുമ്പോൾ കർത്താവ് അത് നടപ്പാക്കുകയാണ്. യെശയ്യാ 44:26 കർത്താവ് തന്റെ ദാസന്മാരുടെ വാക്ക് നടപ്പാക്കുകയും തന്റെ ദൂതന്മാരുടെ ഉപദേശത്തെ നിവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏലിയ ആകാശത്തോട് കൽപ്പിച്ചു, 3 വർഷവും 6 മാസവും മഴ പെയ്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയ ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ, ആ സൗഹൃദത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ദൈവം അടുത്ത് വന്ന് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായം അതിൽ 2 മുതൽ 4 വരെ തിരുലിഖിതങ്ങൾ. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെരീത്ത് അരുവിയുടെ സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലിയായുടെ ആ ഭക്ഷണത്തിന്റെ കാര്യത്തെ പോലും ദൈവം നേരത്തെ കുറിച്ച് ആലോചിക്കുന്നു, അതിനുള്ള ആളെ ക്രമീകരിക്കുന്നു, ഓർഡർ കൊടുക്കുന്നു. മാത്രമല്ല, എന്നിട്ട് ഏലിയായോട് വന്ന് പറയുകയാണ്, ഏലിയ, നിനക്കുള്ള ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, നീ നേരെ പോവുക, ഇന്ന സ്ഥലത്ത് താമസിക്കുക, അവിടെ നിനക്ക് ഭക്ഷണം സമയാസമയത്ത് എത്തിച്ചു തരുന്നതാണ്. നോക്കുക, എത്ര പേഴ്സണലായിട്ട് ഇടപെടുന്നൊരു ദൈവമാണ് ഈ ദൈവം. വീണ്ടും രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ. അവിടെ മറ്റൊരു രംഗമാണ് കാണുന്നത്. ഈ അരുവിയുടെ തീരത്ത് നിന്ന് ഏലിയായ ദൈവം മറ്റൊരു സ്ഥലത്തേക്ക് അയക്കുകയാണ്. സെറപ്തായിലെ വിധവയുടെ അടുത്തേക്ക് അയക്കുന്ന ഭാഗമാണ് നാം കാണുന്നത്. 17-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സെറെഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു വിധവയുടെ വീട്ടിൽ താമസം. ആ വീടിന്റെ 2-ാം നില ഈ ഏലിയായ്ക്ക് വേണ്ടി നേരത്തെ ദൈവം കണ്ടുവച്ചു. ദൈവം ആ പട്ടണത്തിൽ, ആ പ്രദേശത്തൂടെ നടന്ന് ഏലിയായ്ക്ക് താമസിക്കാൻ പറ്റിയ വലിയ തിക്കും തിരക്കും ഇല്ലാത്തൊരു വീട് കണ്ടുപിടിക്കുക.
അതിന് രണ്ടാം നില, താഴത്തെ നില കുടുംബങ്ങൾക്കും, രണ്ടാം നിലയിൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവം ഇത് കണ്ടുപിടിച്ചത്. നിങ്ങൾ ചിന്തിക്കണം, രണ്ടാം നിലയുള്ള ഒരു വീട്, എന്നിട്ട് മുകളിൽ ഏലിയായ്ക്ക് താമസം. എന്നിട്ട് വിധവയോട് ദൈവം നേരിട്ട് കൽപ്പിച്ചിരിക്കുകയാണ്, ഇതാ എന്റെ സ്നേഹിതൻ ഏലിയ വരും, ഭക്ഷണം നന്നായിട്ട് കൊടുക്കണം. ദൈവം വിധവയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. എന്നിട്ട് വിധവയ്ക്ക് നിർദ്ദേശം കൊടുത്തത് മാത്രമല്ല, ഭക്ഷണം കൊടുത്തത് മാത്രമല്ല, ഏലിയായുടെ അടുത്ത് വന്ന് ദൈവം പറയാണ്, നിനക്ക് സെറേഫാത്തിലെ ഒരു വിധവയോട് ഭക്ഷണം തരാൻ പറഞ്ഞിട്ടുണ്ട്, നീ സെറേഫാത്തിലെ ആ വിധവയുടെ വീട്ടിൽ പോയി താമസിച്ചു കൊള്ളുക. ദൈവം നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, വീണ്ടും രാജാക്കന്മാർ 1-ാം പുസ്തകം 18-ാം അധ്യായം, അതിൽ 38-39 തിരുലിഖിതങ്ങൾ. ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും അവരുടെ നേതൃത്വത്തിൽ 400ഓളം വരുന്ന ബാൽ ദേവന്റെ പ്രവാചകന്മാരും ആ നാട്ടിൽ മുഴുവൻ ദൈവനിന്ദയും വളരെ വലിയ അരാജകത്വം സൃഷ്ടിക്കുകയാണ്. ദൈവവിശ്വാസം തുടച്ചു നീക്കപ്പെടുകയാണ്. ദൈവവിശ്വാസികളുള്ളവരെല്ലാം പെട്ടെന്ന് അങ്ങനെ വിശ്വാസത്തിന് വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മനം നൊന്ത ഏലിയ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ബാൽദേവന്റെ പ്രവാചകന്മാരെ ഏലിയ വെല്ലുവിളിച്ചു. അങ്ങനെ അവരോട് പറഞ്ഞു, നിങ്ങൾ ബലിപീഠം ഉണ്ടാക്കിയോ, ഞാൻ ബലിപീഠം ഉണ്ടാക്കാം. അങ്ങനെ ബലിപീഠം ഉണ്ടാക്കി. അങ്ങനെ ഒരു വലിയ സംഘർഷം നിറഞ്ഞ രംഗങ്ങളിലേക്ക് വന്നു. ഏലിയ ബലിപീഠം ഉണ്ടാക്കി. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഈ ബലിവസ്തുക്കൾ സ്വീകരിക്കണമേ. 18-ാം അധ്യായം 38-39 വാക്യങ്ങൾ കാണുന്ന എങ്ങനെയാണ്, സകല ശത്രുക്കളുടെ മുമ്പിൽ ദൈവം എനിക്ക് ഏലിയായോട് സൗഹൃദമുണ്ടെന്ന് വെളിപ്പെടുത്തി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഇറങ്ങി വന്ന് ആ ബലിവസ്തുക്കൾ ദഹിപ്പിച്ച്, ഞാനിവിടെ ഉണ്ട്, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, ഞാനാണ് ഇവിടെയുള്ള ദൈവം എന്ന് പറഞ്ഞ് ഏലിയായുടെ വാക്കുകളെ സ്ഥിരീകരിക്കുന്ന കർത്താവിനെയാണ് 18-ാം അധ്യായം 38-39 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ശത്രുക്കളുടെ മുമ്പിൽ തന്റെ സ്നേഹിതനെ മാനിക്കുന്ന ഒരു കർത്താവിനെ നാം ഇവിടെ കാണുകയാണ്. വീണ്ടും 19-ാം അധ്യായം, അതിൽ 5-6 തിരുലിഖിതങ്ങൾ. ജസബൽ രാജ്ഞി ഉറഞ്ഞുതുള്ളി. ജസബൽ രാജ്ഞി പറഞ്ഞു, നാളെ 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ നിന്റെ തലയുമാക്കുമെന്ന് ഈ ബാൽദേവനെ കൊന്നുകളഞ്ഞ ആ ഒരു ശൗര്യത്തിൽ ഏലിയായുടെ തലയ്ക്ക് അവൾ ഓർഡർ ഇട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജസബൽ രാജ്ഞിയുടെ ഈ വലിയ ഭീഷണിക്ക് മുമ്പിൽ ഏലിയ ദേശം വിട്ടുപോവുകയാണ്. മരുഭൂമിയിൽ അങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഒരു ചെടിയുടെ തണലിൽ കടന്ന് ഉറങ്ങുമ്പോൾ, അങ്ങനെ വിശന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല, തളർന്നിരിക്കുകയാണ്. ഏലിയയുടെ കാര്യം നോക്കാൻ ആരുമില്ല. ഒരു ഭൃത്യനുണ്ടായിരുന്നു, വേർപിരിഞ്ഞു പോയി. അപ്പോൾ ദൈവ സ്വർഗത്തിൽ നിന്ന് ഒരു ദൈവദൂതനെ അയച്ചു. കാരണം ഭൃത്യൻ കൂടെയില്ല. ഒരു ദൈവദൂതൻ, ഒരു മാലാഖയെ ദൈവം ഏലിയയുടെ അരികിലേക്ക് അയച്ചു. ആ മാലാഖ ഏലിയായി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിക്കൂ, വെള്ളം കുടിക്കൂ, ക്ഷീണിച്ചിരിക്കുകയാണ്. അതാണ് 19-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ. അവൻ ഒരു ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലയ്ക്കൽ ഇരിക്കുന്നു. നോക്ക്, ഒരു ദൈവദൂതൻ അയച്ചു ഒരു പാത്രം വെള്ളം. മരുഭൂമിയിലെ ഏറ്റവും വലിയതാണ് ദാഹം, തുള്ളി വെള്ളം കിട്ടാതിരിക്കുന്നത്. ഒരു പാത്രം വെള്ളം അവിടെ കൊണ്ട് വെച്ചിരിക്കുക, ചുട്ടെടുത്ത ഭക്ഷണം കൊണ്ട് വെച്ചിരിക്കുക, കഴിക്കുക. ഒരമ്മ കുട്ടിയെ വിളിക്കണ മാതിരി വിളിച്ചെഴുന്നേൽപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന ദൈവം. ഉറക്കെ പറയാ ഹല്ലേലൂയ. രാജാക്കന്മാർ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ മറ്റൊരു രംഗമാണ് കാണുന്നത്. അവൻ അവിടുന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് പോയി. അവസാനം ഒരു ഗുഹയ്ക്കുള്ളിൽ അവൻ ഇരിക്കുകയാണ്. ഉടനെ ദൈവം അവിടെ വന്നു. ദൈവം ചോദിക്കുകയാണ്, ഏലിയ, നീ ഇവിടെ എന്താ ചെയ്യണേ? നമ്മളൊരു ഫോൺ വിളിച്ച് കഴിയുമ്പോഴത്തേന് സ്നേഹിതനോട് ചോദിക്കില്ലേ, ഹലോ സുഖാണ്, അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേമാതിരി ദൈവം അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഏലിയ, ഈ ഗുഹയ്ക്കുള്ളിൽ നീ എന്താ ചെയ്യണത്? അതിനുശേഷം ദൈവത്തിന്റെ ആ സ്നേഹവും വാത്സല്യം നമുക്ക് കാണാൻ സാധിക്കും. 19-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും. അതിൽ 14-ാമത്തെ വാക്യത്തിൽ ഏലിയയുടെ ഹൃദയ നൊമ്പരം കർത്താവിനോട് ഷെയർ ചെയ്യുന്ന ഒരു ഷെയറിംഗ് സെഷനാണ്. ഒരു കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരനോട് പറയണത് മാതിരി ഏലിയയുടെ ഹൃദയത്തിൽ നാളുകളായുള്ള ദുഃഖം ഇതാ കൂട്ടുകാരനായ ദൈവത്തോട് പറയുന്നതാണ് 19-ാം അധ്യായം, അതിൽ 14-ാമത്തെ തിരുലിഖിതം. ഏലിയ പറഞ്ഞു, കർത്താവേ, ഞാൻ അതീവ തീഷ്ണതയാ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അവർ എന്റെ ജീവനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏലിയയുടെ ഹൃദയത്തിനൊരു ദുഃഖമാണ്. ഏലിയയുടെ ജീവിതം കർത്താവിന് സറണ്ടർ ചെയ്തു. കർത്താവും ഏലിയ എന്ന് ഫ്രണ്ട്ഷിപ്പായി. ഇപ്പോൾ
കർത്താവിന്റെ നാമത്തോട് ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളും ഏലിയാക്ക് ഫീൽ ചെയ്യുകയാണ്. ഏലിയ പറയാണ്, കർത്താവേ, അങ്ങയോടുള്ള ഉടമ്പടിയൊക്കെ ലംഘിച്ച് ജനങ്ങൾ തോന്നിയാസം പോവുക, ഒരെണ്ണം പ്രാർത്ഥിക്കുന്നില്ല, ഒരെണ്ണം ഉടമ്പടി ഓർക്കുന്നില്ല, എല്ലാം അങ്ങേ ഉപേക്ഷിച്ചു. നീ അവര് പ്രവാചകന്മാരെല്ലാം കൊന്നു കളഞ്ഞു, ഞാൻ മാത്രമേ അവശേഷിച്ചുള്ളൂ, എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഏലിയ അങ്ങോട്ട് ഹൃദയത്തിൽ നിന്ന് പറയാണ്. ഒരു സ്നേഹിതന്റെ വിഷമാണത്. തന്റെ സ്നേഹിതനായ ദൈവത്തെ ഉപേക്ഷിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്യുന്നുണ്ട്. ഹൃദയം വേദനിച്ച് പറയാണ്, ജനങ്ങൾ ഉടമ്പടി ലംഘിക്കുകയാണ്. അപ്പോൾ ദൈവം ഏലിയയെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് 18-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഏലിയ, ഡോണ്ട് വറി ഏലിയ, ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ബാലിന്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ട്. ഏലിയ, നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ദൈവം ഈ ഏലിയയെ ആശ്വസിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ രണ്ടുപേരും അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന എങ്ങനെയാണ്? ദൈവം തനിക്ക് വേണ്ടി തന്റെ സ്നേഹത്തിൽ ആത്മാർത്ഥമായി മുന്നേറിയ ഏലിയായെ ദൈവം വന്ന് ആഗ്നേയ അശ്വങ്ങളാൽ ബന്ധിച്ച ആ ചുഴലിക്കാറ്റിൽ, വലിയ അഗ്നിജ്വാലകളുടെ മധ്യ ആഗ്നേയ രഥങ്ങളിൽ ഏലിയായെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് സംവഹിച്ചു കൊണ്ടുപോകുന്നതാണ് പിന്നീട് നമ്മൾ ഏലിയയുടെ ജീവിത അന്ത്യത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചപ്പോൾ ഒരുമിച്ച് ജീവിച്ചു, മരിച്ചപ്പോൾ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ തൻ്റെ സ്നേഹത്തിൽ തൻ്റെ സ്നേഹിതനെ മാനിച്ച്, തൻ്റെ സ്നേഹിതന് കൂടെ നടന്ന്, തൻ്റെ സ്നേഹിതന്റെ വാക്കുകൾ സ്ഥിരീകരിച്ച്, തൻ്റെ സ്നേഹിതനെ തന്നോടൊപ്പം തൻ്റെ നിത്യവസതിയിലേക്ക് കൊണ്ടുപോയ ആ സ്നേഹിതനായ ദൈവത്തെയാണ് നാം ഏലിയായുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, കർത്താവ് നീതിമാന്മാരെ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ വിളിക്കുമ്പോൾ അവിടുന്ന് എന്റെ വിളി കേൾക്കുന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സൗഹൃദം ഒരു യാഥാർത്ഥ്യമാണ്. 2 കരങ്ങളും നന്നായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, ദൈവമേ, ഈ ഭൂമിയിൽ എനിക്ക് അങ്ങയോട് ഫ്രണ്ട്ഷിപ്പ് ജീവിക്കണം, അങ്ങയോട് കൂട്ടുകൂടി നടക്കണം, അങ്ങയോട് ആലോചിക്കണം, അങ്ങയുടെ കൂടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം, 2 പേരും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം, ജീവിതത്തിന് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്, എൻ്റെ വേദന വരെ വിളിക്ക് അങ്ങയോട് പറയണം, അങ്ങയുടെ ഓരോ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് ചോദിക്കണം. അങ്ങനെ ചോദിച്ചും പറഞ്ഞും മിണ്ടിയും പറഞ്ഞും നടന്നും അങ്ങനെ ഈ ജീവിതം അങ്ങയോടുള്ള സ്നേഹത്തിൽ ഒരു കൂട്ടുകെട്ടിൽ എനിക്ക് നയിക്കണം. അതിനെന്നെ അനുഗ്രഹിക്കണമേ, അതിനുള്ള സൗഹൃദത്തിന്റെ ആത്മാവിനെ അയക്കണമേ. സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായം 14-ാം തിരുലിഖിതം, കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. ഉറക്കെ സ്തുതിക്കാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ നിറയ്ക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, സൗഹൃദം കൊണ്ട് ബലപ്പെടുത്തണമേ. ഒരിക്കലും വിട്ടുപിരിയാത്ത സൗഹൃദം, ഒരിക്കലും വിട്ടുപിരിയാത്ത കൂട്ടുകാരൻ, ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹിതൻ. ഓ സ്നേഹിതനോട് എന്ന പോലെ മോശ അങ്ങോട്ട് സംസാരിച്ചു, ഓ സ്നേഹിതനോട് എന്ന പോലെ ഏലിയ അങ്ങോട്ട് ഇടപെട്ടു, ഓ ഒരു സ്നേഹിതനോട് എന്ന പോലെ പൂർവ്വപിതാക്കന്മാർ ഇടപെട്ടു. ഓ ദൈവമേ, ഈ കാലഘട്ടത്തിൽ അവിടെ നിന്ന് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നല്ല സ്നേഹിതന്മാർ ഉയരട്ടെ കർത്താവേ, അങ്ങയുടെ നല്ല അപ്പോസ്തലന്മാർ ഉയരട്ടെ കർത്താവേ, നല്ല ശുശ്രൂഷകർ ഉയരട്ടെ കർത്താവേ, പ്രവാചകന്മാരെ ഉയർപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുലിഖിതം, കർത്താവ് നീതിമാന്മാരെ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ വിളിക്കുമ്പോൾ അവിടുന്ന് വിളി കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
രൂപത്തിൽ ആഗതനാകും പൊന്നീശോയേ, നിൻ തിരുസന്നിധി അണിചേർന്നു ഞങ്ങൾ പാടുന്നു അനവരതം. അൾത്താരയിൽ തിരുവോസ്തിരൂപത്തിൽ ആഗതനാകും പൊന്നീശോയേ, നിൻ തിരുസന്നിധി അണിചേർന്നു ഞങ്ങൾ പാടുന്നു അനവരതം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. രണ്ട് കരങ്ങളും കർത്താവായ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ സമയം ഹൃദയം നുറുങ്ങി നമുക്ക് യേശുവിനെ വിളിക്കാം. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന.